അയാളെ ഇപ്പൊ പിടിച്ചു എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. പിടിച്ചു എന്ന് പറയുന്നത് ആശ്വാസമായി. പക്ഷെ ഇയാൾ എങ്ങനെ ചെയ്ത് ചാടി എന്നുള്ള പ്രശ്നം ഇപ്പോഴും നിൽക്കുകയാണ്. ഇനിയും ഇതുപോലെ അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട ക്രിമിനലുകളെ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിക്കാമോ? അത് തന്നെ തെറ്റല്ലേ? മാത്രമല്ല, കണ്ണൂർ ജയിലിനെ കുറിച്ച് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ട്, ഗവൺമെന്റിന്റെ കയ്യിലെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ചുറ്റുമതിലിന് പൊക്കം പോരാന്നും അതിനകത്തിരിക്കുന്ന ആളുകൾ ഇൻഡിസിപ്ലിൻഡ് ആണെന്നും ആവശ്യമായ രൂപത്തിലുള്ള ഉദ്യോഗസ്ഥരില്ലെന്നും എല്ലാം അവിടെ വരുന്നുണ്ട്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് പോലും ഭയപ്പാടില്ലാതെ അവിടെ നടക്കാൻ പറ്റാത്ത അന്തരീക്ഷം ഉണ്ട് എന്ന് വരെ ആ റിപ്പോർട്ടിനകത്തുണ്ട്. പക്ഷേ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇയാൾ ജയിലിൽ ചാടി കഴിഞ്ഞപ്പോൾ വേണ്ടിയിരുന്ന ചില ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് ഉണ്ട്. ആ റെസ്പോൺസ് കാര്യമായി ജയിൽ ബൈലോയിലുണ്ട്, മാനുവലിനകത്തുണ്ട്. ആ റെസ്പോൺസ് ചെയ്തതായി എനിക്കൊരു തോന്നലേ ഉണ്ടാകുന്നില്ല. ഏതായാലും പിടിച്ചതൊരു ആശ്വാസം എന്നുള്ളത് നമുക്ക് നിൽക്കാം. പക്ഷെ ഈ ലാപ്സ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ ലാപ്സിന്റെ ഉത്തരവാദികൾ ആരാണ് എന്ന് അന്വേഷിച്ച് അതിനെതിരായിട്ടുള്ള നടപടി കൂടി എടുത്തു എങ്കിൽ മാത്രമേ നാളെയും ഇതുപോലുള്ള നടപടികൾ ഉണ്ടാകാതിരിക്കൂ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ഒരു പരിസരത്ത് ഇത്തരം ഒരു ക്രിമിനലിന് ഒരകത്തു നിന്നും സഹായമില്ലാതെ ഇങ്ങനെ ജയിൽ ചാടി പുറത്തേക്ക് ഓടാനും രക്ഷപ്പെടാനും കഴിയുമോ? കാരണം അയാൾ ജയിലിൽ അയാൾ എങ്ങനെ വന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഒരു ഏറ്റവും വലിയ ക്രിമിനലിനെ ഇടാൻ കഴിയത്തക്ക വിധത്തിലുള്ള സുരക്ഷിതത്വം ഇല്ലാത്തൊരു സ്ഥലമാണ്. രണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ആക്സോ ബ്ലേഡ് ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? അയാളുടെ സെല്ല് പരിശോധിച്ചില്ല എന്നല്ലേ? ആ ആക്സോ ബ്ലേഡ് വെച്ചാണ് ഇത് കട്ട് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മാത്രമല്ല, അയാള് തുണി കെട്ടി താഴെ തൂങ്ങി ഇറങ്ങിയാണ് ഉണ്ടായത്. ഇത്രയും വലിയ സ്വാതന്ത്ര്യം അയക്ക് കിട്ടാനുള്ള സാഹചര്യം എന്താണ് എന്ന് പരിശോധിക്കണ്ടേ? മാത്രമല്ല, കണ്ണൂർ ജയിലിനെ കുറിച്ച് ഒത്തിരി ആക്ഷേപങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. ആ ആക്ഷേപത്തിൽ നിന്ന് കണ്ണൂർ ജയിൽ വിമുക്തമല്ല ഇപ്പോഴും എന്ന് തന്നെ വരികയാണ്. അത് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം. ആ ഒരു കുറ്റക്കാരായിട്ടുള്ള ആളുകൾക്ക് എതിരായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള നടപടിയെടുക്കണം. അതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ചാർലി തോമസിന്റെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് പ്രതികരിച്ചത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ട് ഇത്തരം പരാതികൾ മുൻപും ഉയർന്നിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് CPM നടത്തിയിട്ടുള്ള കൊലപാതക രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട പ്രതികൾ, അത്തരം പ്രതികളെയൊക്കെ പാർപ്പിച്ചിരിക്കുന്ന ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നത്.